നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അതിദയനീയമായിട്ടുള്ള വാർത്തകളാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ ആ ഒരു സംഭവത്തെ തുടർന്ന് പതിവ് പോലെ ഈ മഴക്കാലത്ത് വീണ്ടും കേരളത്തിന് മുകളിൽ വലിയൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരു ജല ബോംബായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം, ആ ഒരു ഇഷ്യൂ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മഴക്കാല ട്രെൻഡിങ് ആവേണ്ട ഒരു വാക്കാണോ സേവ് മുല്ലപ്പെരിയാർ, അല്ലെങ്കിൽ ചർച്ചയാകേണ്ട ഒരു വിഷയമാണോ ഈ മുല്ലപ്പെരിയാർ? എന്തുകൊണ്ടാണ് കേരളം ഭരിച്ച ഭരണകൂടങ്ങൾ ഇത്ര ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് എം പി ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊരു ജല ബോംബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. ഒപ്പം ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട DPRന്റെ ഒരു കരട് രേഖയൊക്കെ പുറത്തു വരുന്നു. 1400 കോടിയോളം രൂപ അവിടെ ഒരു ഡാം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവ് വരും എന്ന വാർത്തകൾ വരുന്നു. പക്ഷേ എങ്കിൽ പോലും 2018 നമുക്കറിയാം, അതിനുശേഷം മഴ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിന്റെ ഉള്ളിൽ തീയാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ആ ഒരു മേഖലയിലെ ജില്ലയിൽ താമസിക്കുന്ന 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്തെ ഒരു പേടി സ്വപ്നമായി മുല്ലപ്പെരിയാർ മാറുന്നു. എന്നിട്ടും ഇത്ര നിസ്സംഗതയോടെ നമ്മുടെ ഭരണകൂടം ഈ വിഷയത്തെ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു? ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു വയനാട് ദുരന്തം, മുല്ലപ്പെരിയാറിനുള്ള ഒരു മുന്നറിയിപ്പോ. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ഒപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, അങ്ങ് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടങ്ങളാണ് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടത്തുന്നത്. പലപ്പോഴും ഷെക്കീന ബിഗ് ഡിബേറ്റിന്റെ ഈ ഒരു ചർച്ചാ വേദിയിൽ ഈ വിഷയം നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് മാത്രം ചർച്ചയാകുന്ന ഒരു വിഷയമായിട്ട് ഈ മുല്ലപ്പെരിയാർ മാറുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിദയനീയമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഈ ഒരു വിഷയം ചർച്ചയാകുന്നു? ഇനിയിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇനി അടുത്ത മഴക്കാലം വരെ വെയിറ്റ് ചെയ്യണം. അടുത്ത ജൂൺ, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യണം ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒരു കോർ ഇഷ്യൂ ആയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയാകാൻ. അങ്ങേപ്പോലുള്ള വ്യക്തിത്വങ്ങൾ, ഒപ്പം തന്നെ ഇടുക്കിയിലും ഒപ്പം എറണാകുളത്തും ഒക്കെയുള്ള നിരവധി ജനങ്ങളുടെ നെഞ്ചിൽ തീയായി ഇപ്പോഴും ഈ ഒരു മുല്ലപ്പെരിയാർ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് ഒരു പരാജയപ്പെട്ട് പോകുന്നു? അതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ, അഡ്വക്കേറ്റ് ശ്രീ റസൽ ജോയ്? ഇത് 60 വർഷമായി ഈ ഡാം തകർച്ചയിലാണ്, അല്ലെങ്കിൽ തകർച്ചയിലായിട്ട്. എന്തുകൊണ്ട് നാളിതുവരെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഇത് നിർവീര്യമാക്കി കളഞ്ഞില്ല എന്നുള്ളത് അവരോടല്ല ചോദിക്കണ്ടേ? എനിക്ക് പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഇത് ഡീകമ്മീഷൻ ചെയ്യാത്തതെന്ന് അവരോട് ചോദിക്കണം. ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, അദ്ദേഹം പാർലമെന്റിൽ എന്താണ് ആവശ്യപ്പെട്ടത്? പുതിയ ഡാം അല്ലേ? പുതിയ ഡാം പണിയുന്നതിന് എത്ര കാലം വേണ്ടി വരും? താങ്കൾ തന്നെ പറഞ്ഞു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് നമ്മുടെ MP പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്? പുതിയ ഡാം പണിയണമെന്ന്. അതിന് DPR കൊടുത്തിട്ടുണ്ട്, എൻവയറമെന്റൽ ക്ലിയറൻസ് വേണം, എത്ര ലീഗൽ ഫോർമാലിറ്റീസ് വേണം. അതിൽ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ അത് സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഏകദേശം 8 വർഷത്തോളം എടുക്കും ഈ ഒരു പുതിയ ഡാം പണിയുവാണെങ്കിൽ തന്നെ അത് യാഥാർത്ഥ്യമാകാൻ. എത്രയും നാള് നമ്മളുണ്ടാവുമോ? അപ്പോ ഈ MP-യോടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ പാർലമെന്റില് പറയേണ്ടത്, അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത്, അഡ്വക്കേറ്റ് റസൽ ജോയി സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിനെ കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിന്തുണയ്ക്കണം എന്ന് പറയണമെന്നാണ് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടേക്കുന്നത്. എന്നിട്ടെന്താ അത് ചെയ്യാത്ത? ഞാനാണ് സുപ്രീം കോടതിയിൽ
ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഗഹനമായ ഒരു നിയമപ്രശ്നവുമില്ല. ഡാം അറിവുള്ളവര്, ആ വിജ്ഞാന ശാഖയിൽ പ്രാവീണ്യമുള്ളവർ വന്ന് പരിശോധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലുള്ള ആളുകൾക്ക് ഈ റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇന്ത്യയിലുള്ള ആളുകൾക്കും അറിയില്ല. ലോകത്തിൽ തന്നെ എന്താണ് റിലയബിലിറ്റി സയൻസ് എന്ന് അറിയാവുന്നത് വികസിത രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാർക്കും പഠിച്ചവർക്കും മാത്രമേ ഉള്ളൂ അറിവ്. റിലയബിലിറ്റി സയൻസ് എന്ന് വെച്ചാൽ എന്തും എത്ര നാൾ നമുക്ക് ആശ്രയിക്കാം. ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഒരാളുടെ ഉള്ളിൽ വെച്ചു, അത് ആ ശരീരത്തിന് എത്ര നാൾ ആശ്രയിക്കാം എന്ന് പറയേണ്ടത് ഇവരാണ്. ഇന്ത്യ റാഫേൽ എയർക്രാഫ്റ്റ് ഫ്രാൻസിൽ നിന്ന് മേടിച്ചു. ആ റാഫേൽ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിൽ എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് ഇവരാണ്. നമ്മുടെ ഇപ്പൊ നിങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ്, അത് എത്ര നാൾ ഒരാൾക്ക്, ഓരോ കമ്പനിയുടെയും എത്ര നാൾ അത് റിലയബിൾ ആണെന്ന് പറയേണ്ടത്, ആധികാരികമായി പറയാൻ ഉള്ള പാണ്ഡിത്യമുള്ളവർ ഇവരാണ്. അതുപോലെ തന്നെ ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമന്റ് സ്ട്രക്ചർ, അത് എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് ഇവരാണ്. ഈ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഡാം എഞ്ചിനീയറിംഗ് എന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ്, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഡാം എഞ്ചിനീയറിംഗ് ശാസ്ത്രം എന്ന് പറയുന്നത് സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ ചില ശാസ്ത്ര ശാഖകൾ കൂടി പഠിച്ച ആളുകളും വേണം. ഇത് എല്ലാം തികഞ്ഞ ഒരു ഏജൻസിയാണ് ഈ റിലയബിലിറ്റി സയൻസ് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ്സ് സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ വന്ന് കേരളം പറയേണ്ടത്, കേരളം ഇതിലെ 1ാം എതിർകക്ഷിയാണ്, സോറി 2ാം എതിർകക്ഷിയാണ്. അവിടെ കേരളം വന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമല്ല. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു 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 പാനൽ ഓഫ് എക്സ്പേർട്സ് ഇത് പരസ്യമായിട്ട് ഇത് പഠിച്ച് ഇതിന്റെ റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പാകെ നാളിതുവരെ വച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ കേരള സർക്കാരിന് എന്താണ് പ്രശ്നം? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് എന്താണ് പ്രശ്നം? എന്താണ് അവര് പിന്തുണയ്ക്കാത്തത്? സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് എന്താണ് പ്രശ്നം? എന്താണ് അവര് പിന്തുണയ്ക്കാത്തത്? അതാണ് ഈ പൊതുസമൂഹത്തോട് ഈ ഷക്കീന ചാനൽ മുഖേന എനിക്ക് ചോദിക്കാനുള്ളത്. അത് എന്തുകൊണ്ടാണ് ഒരു MP അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാണ് ഞാൻ. അതെന്തുകൊണ്ടാണ് ഈ ജനസമൂഹത്തിന് വേണ്ടി സുപ്രീം കോടതിയില് പാർലമെന്റില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കേസിനെ സുപ്രീം കോടതിയിൽ 2 സെന്റൻസ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടാത്തത്? അദ്ദേഹം പുതിയ ഡാമിന്റെ കാര്യം പറയുന്നതിന് പകരം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്ന അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ഹർജിയെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പിന്തുണച്ചാണ്. ആർക്കും യോജിക്കാവുന്ന ഒരു ലോജിക്കാണ്. ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ കേരള സർക്കാരിനും പറയാം, കേന്ദ്ര സർക്കാരിന് പറയുന്നത് പോലെ കേരള സർക്കാരിന് പറയാം, ഞങ്ങൾക്ക് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് 2 സെന്റൻസ് വന്ന് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ആയിട്ട് ഫയൽ ചെയ്താൽ മുല്ലപ്പെരിയാർ വിഷയം തീർന്നു. ഇന്ന് ഫയൽ ചെയ്താൽ നാളെ സുപ്രീം കോടതി ഉത്തരവിടുന്ന ഒരു കാര്യമാണിത്. എന്തിനാണ് കേരള സർക്കാർ റിലയബിലിറ്റി സയന്റിസ്റ്റുകളെ ഭയപ്പെടുന്നത്? അവരുടെ ശാസ്ത്രപ്രകാരം ഒരു ഡാമിന് 40 വർഷത്തെ ആയുസേ ഉള്ളൂ.
അവർക്ക് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കേണ്ടി വരില്ല. 40 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 130 വർഷത്തിൽ എത്തി നിൽക്കുന്ന ഡാം നിലനിർത്തണം എന്ന് അവർ ഒരിക്കലും പറയില്ല. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനെ പറയൂ. ഓക്കെ. അതാണോ കേരള സർക്കാർ കേരള സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് ആണ്. അവരെ ഭയപ്പെടുത്തുന്നത് അതാണെങ്കിൽ അതിന്റെ കാരണമാണ് മാധ്യമ പ്രവർത്തകർ അന്വേഷിക്കേണ്ടത്. ഓക്കെ. യെസ്. മറ്റൊരു കാര്യം കൂടി, ഈ കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ മുല്ലപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ടല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ എങ്കിൽ പോലും ഈ തേക്കടി ഒരു പ്രദേശത്ത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള വനം വകുപ്പിന്റെ ഒരു കേസ്, ആ കേസിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണം കോടതി നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു കരാർ, ഈ ബ്രിട്ടീഷ് ഗവൺമെന്റും ഒപ്പം തന്നെ തിരുവിതാംകൂർ രാജവംശമായിട്ടുണ്ടാക്കിയ കരാർ, 999 വർഷത്തെ ഒരു കരാറിന്റെ ഒരു സാധുത, നമ്മൾ ഈ 1970 കേരളം വലിയൊരു ബ്ലണ്ടർ തന്നെയാണ് കാണിച്ചത്. ആ കരാർ നമ്മൾ തന്നെ അത് റിന്യൂ ചെയ്തു കൊടുത്തു. അപ്പൊ ആ കരാറിന്റെ ഒരു പാട്ടക്കരാറിന്റെ ഒരു സാധുത പരിശോധിക്കും എന്ന തരത്തിലുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തമിഴ്നാടിനോടും കേരളത്തോടും ആവശ്യപ്പെടുന്നു. സെപ്റ്റംബറിൽ ആ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ പറയുന്ന അങ്ങ് നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായകരം ആയേക്കുമോ ഈ കോടതി നടത്തിയ ഒരു പരാമർശം? ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ 8 വർഷം എടുക്കുമെന്ന് പറഞ്ഞില്ലേ ഈ ഡാം പണിയുന്ന സംഭവം? അതെ അതെ, 8 വർഷം എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അത് 8 വർഷം എന്നാണ് DPR ആ ഒരു രേഖയിൽ പറയുന്നത്. അതെ, ഇത് എത്ര വർഷം എടുക്കും? അതായത് 1941 സർ CP രാമസ്വാമി അയ്യർ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിലുള്ള ആർബിട്രേഷൻ ക്ലോസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് കേസ് കൊടുത്ത ആളാണ്, തിരുവിതാംകൂറിന്റെ ദിവാൻ. അപ്പൊ 1941 തന്നെ ഈ കരാർ റദ്ദാക്കിയതാണ്. അതും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയാന്ന് ഓർക്കണം. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിലാണ് നമ്മളുള്ളത്. അവരോട് ഏറ്റുമുട്ടി നമ്മൾ ജയിച്ചു. അതായത് ഇംഗ്ലണ്ടിൽ റൂൾ ഓഫ് ലോ ഉണ്ട്, മാനവികതയുണ്ട്. അവരുടെ കപ്പം കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ പോലും അവര് നീതിയുടെ പക്ഷത്ത് നിൽക്കും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് 1941 സർ CP രാമസ്വാമി അയ്യർ എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ദിവാൻ സമ്പാദിച്ച വിധി. ആ വിധിയോടെ മുല്ലപ്പെരിയാർ കരാറില്ല. 1947 തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഇതൊരു റോയൽ പ്രൊക്ലമേഷൻ, രാജവിളംബരം മൂലം റദ്ദു ചെയ്തതാണ്. അപ്പോഴും കരാർ പോയി. 1947 തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്തുകൊണ്ട് ഇനിയിപ്പോ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ക്രൗണിന്റെ അടുത്ത് ഇന്ത്യൻ സിറ്റിസണോ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളോ ഒരു കേസായിട്ട് വരരുത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയിട്ട് അവർ പോയത്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരവും ഈ കരാർ റദ്ദായി പോയതാണ്. 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരവും ഈ കരാർ റദ്ദായി പോയതാണ്. അപ്പൊ കരാറിന്റെ പിന്നെ 50 വർഷം മാത്രം ആയുസ് കൽപ്പിച്ച ഒരു ഡാമിന് 999 ഇയേഴ്സ് കോൺട്രാക്ട്. ആ കോൺട്രാക്ട് വോയിഡാണ്. പിന്നെ ഈ പറഞ്ഞ ഡാമിന്റെ പ്രയോജനം എന്ന് പറയുന്നത് 5 ജില്ലകൾക്കാണ്. 5 ജില്ലകളിലെ കൃഷിയിൽ നിന്ന് മാത്രം 50,000 കോടി രൂപ തമിഴ്നാട് ഉണ്ടാക്കുന്നു. 268 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഈ കരാറിനെ സംബന്ധിച്ചിടത്തോളം ആഡക്വേറ്റ് കോമ്പൻസേഷൻ ഇല്ല, മതിയായ കൺസിഡറേഷൻ ഇല്ല. ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ ലീഗലി ഈ കോൺട്രാക്ട് നിലനിൽക്കില്ല. ഇത് എല്ലാം പരിശോധിച്ചു വരുമ്പോ, കരാറിന്റെ സാധുത പരിശോധിച്ചു വരുമ്പോ, ഞാൻ പറഞ്ഞ സർ CP രാമസ്വാമി അയ്യരുടെ ആർബിട്രേഷൻ അവാർഡ് മാത്രം പരിശോധിക്കാനായിട്ട് കോടതിക്ക് എത്ര സമയമെടുക്കും? അപ്പോ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കേസ് ഡ്രാഗ് ചെയ്യാനാണ്, പ്രൊലോങ് ചെയ്യാനാണ്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം എന്താണ്? ഒരിക്കലും കേരളത്തിന് നീതി ലഭിക്കരുത്, കേരളത്തിലെ ജനങ്ങൾ ഒഴുകി പോകണം തന്നെയാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? തലയ്ക്ക് എന്തെങ്കിലും സുബോധം ഉള്ളവനല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ക്രിമിനൽ ഇന്റൻഷൻ ആണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഭാഗത്തു നിന്നുള്ളത് എന്ന് ഞാൻ പറഞ്ഞാല് അത് നിഷേധിച്ച് പറ. എങ്ങനെയെങ്കിലും ഒന്ന് നിഷേധിച്ച് പറ. എനിക്കൊരു ആശ്വാസം വരട്ടെ.
യെസ്, വളരെ വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, അങ്ങ് ഈ ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പറയുന്ന മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു, പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ഒരു സെഗ്മെന്റിലൂടെ. അത് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു, വളരെയധികം ചർച്ചയായി മാറിയിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ഈ വയനാടുണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തം, മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായിട്ടുള്ള ദുരന്തം, അവിടെ ഒരു മലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഈ ഇടിഞ്ഞ് വന്നപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. മരണം ഏകദേശം 500ഓളം, 500-നടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേരെ ഇനി കണ്ടെത്താനുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാം തകരുന്നു, ഇടുക്കി ഡാമിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് താഴെയുള്ള ചെറുതും വലുതുമായ നിരവധി ഡാമുകൾ തകരുന്നു, ഒരു മാലപ്പടക്കം പോലെ തകരുന്നു. പറയാം, കുളമാവ് ഡാമിന്റെ ഒരു സ്ഥിതിയൊക്കെ അറിയാം. ഒരുപക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു ദുരന്തം തന്നെയായിരിക്കും. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വയനാട് സംഭവിച്ച ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഈ മുല്ലപ്പെരിയാറിന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ നൽകിയിരിക്കുന്നത്? ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA. തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ വരുമ്പോൾ ചർച്ചയെടുക്കുകയും മഴ മാറുമ്പോൾ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഴക്കാല ചർച്ചാ വിനോദമായിട്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ പൊട്ടുകയില്ല, അഥവാ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമുകൾ സമുച്ചയം അതിനെയൊക്കെ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിക്കുകയാണ്. പക്ഷേ നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വ്യാപ്തിയാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ ഈ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, 1975 ചൈനയിലെ ബാങ്ക്യാവോ എന്ന് പറയുന്ന ആ സ്ഥലത്തുണ്ടായ ആ ദുരന്തം ലോകത്ത് നൽകിയിരിക്കുന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ്. 2,40,000 ജനങ്ങളാണ് അന്ന് ആ ദുരന്തത്തിൽ മരിച്ചത്. ആ ഡാം പൊട്ടിയാൽ ആ ഡാമിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ജലത്തെ താങ്ങി നിർത്തുവാനായിട്ട് ആ ഡാമിന്റെ മറുവശത്തായിട്ട് ഏകദേശം 65ഓളം ഡാമുകൾ ഉണ്ട് എന്നാണ് അന്നത്തെ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ബാങ്ക്യാവോ ഡാം പൊട്ടിയതിനു ശേഷം ബാങ്ക്യാവോ ഡാമിൽ നിന്ന് പുറത്ത് ചാടുന്ന ആ വെള്ളം മുഴുവൻ സംരക്ഷിക്കും എന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ ഡാമുകളും തകർന്നു എന്നുള്ളതാണ് ചരിത്രത്തിന് മുമ്പിൽ വെക്കുന്ന ഒരു പാഠം. നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പോ ഡാമിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്ന ചില വാദഗതികളുണ്ട്. ഡാം പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ഇടുക്കി ഡാമും കുളമാവ് ഡാമും ചെറുതോണി ഡാമും കൂടെയൊക്കെ ഇതെല്ലാം ഒരുമിച്ച് ഈ മുല്ലപ്പെരിയാറിന്റെ ദുരന്തം താങ്ങിക്കൊള്ളും എന്ന് പറയുന്നവരുണ്ട്. അവരുടെ ഒരു ചോദ്യം, ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിൽ വരെ എത്തുന്നതിനുള്ള ഒരു 50 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് വള്ളക്കടവ്, ചപ്പാത്ത്, ഉപ്പുതറ, ഇരട്ടയാർ തുടങ്ങിയ മേഖലകളിൽ ഏകദേശം 50,000-ൽ കൂടുതൽ ആൾക്കാരോട് വസിക്കുന്നുണ്ട്. അതിൽ 30,000 തമിഴരാണ്. ഇവരുടെ ജീവന് ആര് വില പറയും? അവരുടെ ജീവൻ വിലയില്ലാത്തതാണോ? അതോടൊപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം 125-126 വർഷം പഴക്കമുണ്ട്. ഈ ഡാം പൊട്ടുമ്പോൾ റസൽ ജോയ് സാർ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഡാം പൊട്ടുമ്പോൾ വെള്ളം മാത്രമല്ല ഈ ഡാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഈ ഡാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സാധന സാമഗ്രികൾ, അതുപോലെ തന്നെ നാം വയനാട്ടിൽ കണ്ടതുപോലെ തന്നെ പടുകൂറ്റൻ മരങ്ങള്, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഉൾപ്പെടെ മൃതശരീരങ്ങൾ, അത് വെള്ളത്തിന്റെ വ്യാപ്തിയേക്കാൾ എത്രയോ വലിയ ഡീപ്പ് ഇമ്പാക്റ്റ് ആയിരിക്കും അതുണ്ടാക്കാൻ പോകുന്നത്. ഇനി 64 കിലോമീറ്റർ ചുറ്റളവാണ് ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ മുല്ലപ്പെരിയാർ ഡാമിന്റെ. ഏതാണ്ട് ഇടുക്കി ഡാമിന്റെ 68 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ. ഇപ്പോൾ ഈ മുഴുവൻ വെള്ളത്തോടൊപ്പം ഈ വലിയ ഇമ്പാക്ട് കടന്നു വരുമ്പോൾ ഇടുക്കി ഡാം താരതമ്യേന ശക്തമായ ഡാം ആണ് എങ്കിൽ പോലും ഇടുക്കി ഡാം സമുച്ചയത്തിലെ മറ്റ് ഡാമുകളായ ചെറുതോണി ഡാമും കുളമാവ് ഡാമും ഈ വലിയ ഇമ്പാക്റ്റിനെ താങ്ങാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മൂഢത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2018 വലിയ പ്രളയം ഉണ്ടായപ്പോൾ ഇടുക്കി ചെറുതോണി ഡാമിന്റെ 5 ഷട്ടറുകൾ പൊക്കിയപ്പോൾ നമ്മുടെ കേരളം നടുങ്ങി. 5 ഷട്ടറുകൾ ഏതാനും മീറ്ററുകൾ മാത്രമേ 1 മീറ്റർ മാത്രമേ പൊക്കുള്ളൂ. അപ്പൊ അന്ന് ആ ഷട്ടർ ഉയർത്താനായിട്ട് ആ ഡാമിന്റെ മുകളിലുണ്ടായിരുന്ന എഞ്ചിനീയർമാർ ഒരാൾ പറഞ്ഞത് ഈ ഡാം കിടന്ന് വിറയ്ക്കുകയായിരുന്നു പറഞ്ഞു. ആ വിറ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഡാം പൊട്ടിയതിനു ശേഷം ആ ഡാമിൽ നിന്ന് ഓടി അവർ മാറി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാനും ചെറുതോണി ഡാമിന്റെ 5 ഷട്ടറുകൾ പൊക്കിയപ്പോൾ തന്നെ ആലുവ, എറണാകുളം ഒക്കെ വിറച്ചുവെങ്കിൽ ഒരു ഡാം തന്നെ മുഴുവൻ അങ്ങോട്ട് പൊട്ടുകയൊഴുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം ഒരു 35 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം പേരുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇത്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തിന്റെ കാര്യം തന്നെ എടുക്കുക. കൊച്ചിൻ റിഫൈനറി അവിടെയാണ്.
അതുപോലെ തന്നെ സദേൺ നേവൽ ബേസ് കമാൻഡ് അവിടെയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വാണിജ്യ തലസ്ഥാനം അവിടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വല്ലാർപാടും കണ്ടെയ്നർ ടെർമിനലുണ്ട്. അങ്ങനെ കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം തന്നെ അവിടെ ഇല്ലാതായിത്തീരുകയാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാം സമുച്ചയം തകരുകയാണെങ്കിൽ കേരളം ഇരുട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കുകയില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാകുകയില്ല. അങ്ങനെ കേരളം മുഴുവൻ ഒരു ഇരുട്ടിലേക്ക് പോകുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ലോക വിവരകണത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ലോകത്തിലെ മുഴുവൻ ഡാമുകളുടെ തകർച്ചയുടെ ചരിത്രം നോക്കി 100-ന് മുകളിൽ ഡാമുകൾ തകർന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഡാം ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിയാവിലെ 1975-ലെ ഡാം ദുരന്തമാണ്. അതില് ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഈ ഡാം തകർന്നതിന് ശേഷം ഉണ്ടായ പകർച്ചവ്യാധികൾ മൂലം മരിച്ചവരാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ദുരന്തത്തിന് ഇരയാകാൻ പോകുന്നവര് ഒരു 35-40 ലക്ഷം ഉള്ളുവെങ്കിൽ പോലും അതിനുശേഷം ഇൻഡയറക്റ്റ് ആയിട്ട് മരണം ഒരു തുടർക്കഥയാകും എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് കേരളത്തെ മുഴുവൻ, അതായത് ഒരു 5 ജില്ലകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വലിയ പ്രശ്നം, ഒരു പുതിയ ഡാം പുതുക്കി പണിയുക എന്നതുകൊണ്ട് മാത്രമേ പരിഹൃതമാവുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഫാദർ ജോൺസൺ പാലപ്പള്ളി, അങ്ങ് വളരെ മനോഹരമായിട്ട് ഈ ഡാമിന്റെ ഒരു ഭീകരാവസ്ഥ, ദുരന്തത്തിന്റെ ഭീകരാവസ്ഥ അങ്ങ് പറയുകയുണ്ടായി. മറ്റൊരു കാര്യം കൂടി, അതായത് ഈ കേരളത്തെ മാത്രം ആയിരിക്കില്ലല്ലോ ഇത് ബാധിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഈ 80 TMC വെള്ളമൊക്കെ ഇങ്ങനെ ആർത്തലച്ച്, അതിന്റെ കൂടെ തന്നെ ഈ മരങ്ങളും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ആർത്തലച്ച് ഈ പറയുന്ന അറേബ്യൻ കടലിലേക്ക് അത് ഒഴുകി എത്തുന്നു. ഈ പറയുന്നത് വേലിയേറ്റത്തിന്റെ ഒക്കെ ഒരു സമയമാണെങ്കിലും ഈ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ഈ കടലിൽ ഈ വെള്ളത്തെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അത് വലിയൊരു സുനാമി കണക്കെ ഈ ഇന്ത്യയുടെ ആ ഒരു തീരപ്രദേശത്തെ ചിലപ്പോൾ മുംബൈ പോലും ബാധിക്കും എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമേ ഒരു പ്രശ്നം ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ. അതായത് ആ മേഖലയിലെ, അപ്പം കേരളം, കർണാടക, ഗോവ, മുംബൈ ഉൾപ്പെടെയുള്ള ആ സംസ്ഥാനങ്ങളെയൊക്കെ അതിഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം. അതായത് കേരളത്തിന്റെ പ്രശ്നമല്ല, ഒരു ദേശീയ പ്രശ്നം തന്നെയല്ലേ ഇത്, ഈ മുല്ലപ്പെരിയാർ ഡാം? തീർച്ചയായിട്ടും അതെ. ഇത്രയും വലിയ അളവിലുള്ള ജലം കടലിലേക്ക് എത്തിച്ചേരുമ്പോൾ കടലിൽ ഒരു റീഇംബേഴ്സ്മെന്റ് ഉണ്ടാകും. അത് സുനാമിയേക്കാൾ അതിഭീകരമായിരിക്കുമെന്നും നമ്മുടെ തീരദേശ പട്ടണങ്ങളെ ഉൾപ്പെടെ ഇന്ത്യയിലെ മഹാപട്ടണങ്ങളെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ മാത്രമുള്ള ഒരു പവറാണ് ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്നും അത് കടലിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ കടലിലേക്ക് എത്രമാത്രം ശക്തിയോടുകൂടിയാണ് നമ്മുടെ മുല്ലപ്പെരിയാറിലെ ജലം ചെല്ലുന്നത്, അതേക്കാൾ ശക്തിയോടുകൂടി കടൽ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞില്ല. തീർച്ചയായിട്ടും വാസ്തവമാണ്. നമ്മൾ അതിന്റെ വ്യാപ്തി എന്തുമാത്രം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ സങ്കടകരമായ വസ്തുത. വളരെ വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, അങ്ങ് ഇടുക്കിക്കാരനാണ്. നമുക്കറിയാം ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഈ മേഘ വിസ്ഫോടനം അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്നൊക്കെയുള്ളത്. നമുക്കറിയാം കേരളത്തിന്റെ ഒരു പ്രകൃതി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു കാലാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെയധികം യാഥാർത്ഥ്യമാണ്. അറേബ്യൻ കടൽ അത് മറ്റ് കടൽ മേഖലകളെക്കാൾ വളരെയധികം ഒരു താപനില അതിന്റെ ഉയരുന്നു. ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു അതിതീവ്ര മഴ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ, ഈ പശ്ചിമഘട്ടം ഒരു കോട്ട കണക്കെ തമിഴ്നാടിനും കേരളത്തിന് ഇടയിൽ നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുള്ള അതിതീവ്ര മഴ. അതുകൊണ്ട് തന്നെ ഈ മാറുന്ന ഈ കാലാവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ, ഈ പുതിയ ഈ പ്രതിഭാസങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ മുല്ലപ്പെരിയാർ വിഷയം അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള അതിതീവ്ര മഴ, ഉരുൾപൊട്ടലുകൾ, അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇടുക്കിക്കാരൻ എന്ന നിലയിൽ എത്രത്തോളം ഒരു ആശങ്ക അങ്ങയുടെ ഉള്ളിലുണ്ട്? പ്രത്യേകിച്ച് ആ നാടിന്റെ ഒരു ആശങ്ക അങ്ങൊന്ന് പങ്കുവെക്കാമോ, ഇടുക്കിയുടെ ആ ഒരു ആശങ്ക, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ? കൃത്യമായിട്ടും ഈ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കൃത്യമായിട്ടും ഇതിന്റെ നിയമവശങ്ങളൊക്കെ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞു. ഇത് വലിയ, അതായത് നമ്മുടെ സംസ്ഥാനം വിട്ട് അങ്ങോട്ട് കടന്നു പോകുന്ന തീവ്രതയെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. ഇതിനെ ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മനസ്സിലൊരു വികാരം, അതൊന്ന് പങ്കുവെക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കും. ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഏത് ഭരണകൂടവുമാകട്ടെ, ഏത് രാജ്യത്തെയോ സംസ്ഥാനത്തെയോ എവിടത്തെയും ആയിക്കോട്ടെ, ഒരു ഭരണകൂടത്തിന്റെ അടിസ്ഥാനപരമായ കടമ എന്താണ്? തങ്ങളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക. അടിസ്ഥാനപരമായ കടമ ഭരണകൂടത്തിൻ്റെത് തങ്ങളുടെ പ്രജകളുടെ ജീവനും സ്വത്തും
സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കുമ്പോൾ ആ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു കാര്യത്തെ ഗൗരവപൂർവ്വം കാണുന്നില്ല എങ്കിൽ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞതുപോലെ ഇത് ക്രിമിനൽ കുറ്റമായി തന്നെ ഭരണകൂടത്തിന്റെ ക്രിമിനൽ കുറ്റമായി തന്നെ നമുക്ക് കാണിക്കും. ഈ ആഗോള താപനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഈ പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ രാജ്യങ്ങളിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, പ്രളയം ഉണ്ടാകുന്നു, കാട്ടുതീ ഉണ്ടാകുന്നു, മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, എത്രയോ ദുരന്തങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ടങ്ങളിൽ ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളെ അറിവില്ലാഞ്ഞിട്ടല്ല, യഥാർത്ഥ കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി വിഷയങ്ങളെ മറ്റു രീതികൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ട് ഗാഡ്ഗിലിനെയും കസ്തൂരിരംഗനെയും കൃഷിക്കാരനെയും ഒക്കെ ഉയർത്തി പ്രശ്നങ്ങളെ മറ്റൊരു രീതിയിലേക്ക് ചർച്ചയാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോ ജോറി സാർ ചോദിച്ചതുപോലെ നമ്മുടെ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തം, അതേ സമയം തന്നെയാണ് വിലങ്ങാട് ദുരന്തം ഉണ്ടായത്. വിലങ്ങാട് ദുരന്തം വളരെ ഭീകരമാകാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അവർക്ക് ഒരു മുന്നൊരുക്കമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഉരുൾപൊട്ടാൻ സാഹചര്യമുണ്ട് എന്ന് അവർക്ക് മുന്നൊരുക്കമുണ്ടായിരുന്നത് കൊണ്ട് ആ ദുരന്തത്തിൽ മരണമടഞ്ഞ അധ്യാപകനടക്കം ആൾക്കാർക്ക് സന്ദേശം കൊടുത്ത് ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിത്താണ്. അതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ആ മരണം ഒന്നിലൊതുങ്ങിയത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ചൂരൽമലയിൽ കഴിഞ്ഞില്ല. അവിടെ ഈ രാത്രി സമയത്തുണ്ടായ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഫോൺ കിട്ടിയവരൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞു, കുറെ പേരൊക്കെ ഓടി, കുറെ പേരെ രക്ഷപ്പെടുത്തി എന്നല്ലാതെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനോ ഒരു മുന്നൊരുക്കം നടത്താനോ കഴിഞ്ഞു. ഈ മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ഈ വേദിയിൽ ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഈ ഡാം പൊട്ടില്ല എന്ന് പറയുന്നതോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡാമിന് 50 വർഷം പറഞ്ഞ ഈ ഡാമിന് ഇനി എത്ര വർഷം ആയുസുണ്ടെന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി പറയാം. എത്ര നാൾ ഈ ഡാം നിലനിൽക്കുമെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഡാം ഇനി ഒരിക്കലും പൊട്ടില്ല എന്നൊന്ന് ഉറപ്പിച്ച് പറയാം. ആർക്കും പറയാൻ കഴിയും. അപ്പൊ ഡാം പൊട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത് ഇന്നോ നാളെയോ എന്നുള്ളതല്ല. ഡാം ബലക്ഷയമുണ്ട്, അതിന്റെ കാലാവധി കഴിഞ്ഞു, അത് പൊട്ടും. അങ്ങനെ ഒരു വലിയ കാര്യം, വസ്തുത, യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ മുന്നൊരുക്കം നടത്താൻ ഭരണകൂടങ്ങൾ തയ്യാറാവണ്ടേ? എന്തുകൊണ്ട് ഭരണകൂടങ്ങൾ തയ്യാറാവും? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഇതിനകത്ത് പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത്. അവർക്ക് ജനകീയ താല്പര്യം. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയം, ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് ഒരു കക്ഷിക്കും ഒരു പാർട്ടിക്കും താല്പര്യം. ഞാൻ ഇടുക്കിയിൽ കണ്ടതാണല്ലോ, വണ്ടിപ്പെരിയാറ്റിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കം വന്ന് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നും ആശങ്കയുണ്ടെന്നും അവിടെ സമരത്തിൽ പറഞ്ഞത്. ചപ്പാത്തില് എത്ര 1000-ലധികം ദിവസങ്ങളല്ലേ അവിടെ ചപ്പാത്തിൽ തുടർ സമരങ്ങൾ നടന്നത്. ആ സമര പന്തലിൽ വരാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയെങ്കിലും കേരളത്തിൽ, ഏതെങ്കിലും ജനപ്രതിനിധിയുണ്ടോ? എല്ലാവരും വന്ന് വാദോരാതെ സംസാരിച്ചത് എന്താ? മുല്ലപ്പെരിയാറിന്റെ ആശങ്കയല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷികൾ ഈ പ്രശ്ന പരിഹാരത്തിന് ഇടപെടുന്നില്ല? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൽ ജോയി ഇന്നലെ നമ്മുടെ ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് റസൽ ജോയി പറഞ്ഞല്ലോ, എംപിയെ കുറിച്ച്. ഇന്നലെ നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി, ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയാണ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പരത്തൽ. എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ആരാണ് ആശങ്ക പരത്തുന്നത്? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു അപകടമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ആശങ്കയാണോ? വരാനിരിക്കുന്ന ഒരു ദുരന്തം, ഈ വയനാട്ടിൽ ഉണ്ടായതുപോലെ ഒരു അർദ്ധരാത്രിയിൽ ഈ ഒരു ദുരന്തം ഉണ്ടായാൽ അതെങ്ങനെ ഈ നമ്മുടെ കേരളത്തിന് സഹിക്കാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന് സഹിക്കാൻ പറ്റും? അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ 35 ലക്ഷം 40 ലക്ഷം പേരല്ല ഇതിന്റെ ബാധിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. കേരളത്തിന് കണക്ക് കൂട്ടാവുന്നതിലധികം നഷ്ടങ്ങളാണ്. അതിനു വേണ്ടുന്ന ജാഗ്രത രാഷ്ട്രീയ കക്ഷികളും ഭരണകൂടങ്ങളും കോടതി പോലും സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ, കോടതികൾ പരാജയപ്പെടും. അത് വളരെ ഭയത്തോടു കൂടിയാണ്, വളരെ ആശങ്കയോടുകൂടിയാണ് സാധാരണക്കാരൻ.
ഞങ്ങളെ രക്ഷിക്കേണ്ടവരാരാ? ഞങ്ങളെ സഹായിക്കേണ്ടവരാരാ? ഭരണകൂടങ്ങളല്ലേ, Okay. അധികാരികളല്ലേ? അവരിങ്ങനെ നിസ്സംഗത പുലർത്തുമ്പോൾ സാധാരണക്കാരിങ്ങനെ പറയാമെന്നല്ലാതെ അതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഉണരേണ്ട സമയമായി. എവിടെയെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാനോ പാർലമെന്റിലോ നിയമസഭയിലോ പോയി പ്രമേയങ്ങൾ അവതരിപ്പിക്കാനോ നിന്നാൽ പോരാ. അടിയന്തരമായി വിഷയം ഗൗരവമായി എടുത്തുകൊണ്ട് സത്വരമായി ഇടപെടലുകൾ നടത്തുവാൻ രാഷ്ട്രീയ കക്ഷികളും ജനപ്രതിനിധികളും തയ്യാറാവും. ഓക്കെ, വ്യക്തമാണ്. അതാണ് ശ്രീ എനിക്ക് പറയാൻ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ റസൽ ജോയ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് അങ്ങ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്ന വ്യക്തിയായതുകൊണ്ടാണ്. പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ കോടതിയിൽ കേരളത്തിന് തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ ലഭിക്കുന്നു. 2014 വന്ന കോടതി വിധി നമുക്കറിയാം. ഒപ്പം തന്നെ കേരള നിയമസഭ പാസാക്കിയ കേരള ഇറിഗേഷൻ അല്ലെങ്കിൽ ഡാം റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമം, അത് കോടതി റദ്ദാക്കുന്നു. ഈ മുല്ലപ്പെരിയാറിനെ എൻഡേഞ്ചേർഡ് ഡാമിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആ ഒരു വകുപ്പുള്ള ഒരു നിയമം അത് റദ്ദാക്കുന്നു. പല ഘട്ടത്തിലും ഈ കേരളത്തിന് ഈ കോടതികളിൽ നിന്നും ഒരു തിരിച്ചടി ലഭിക്കുന്നു. അതിന്റെ ഒരു കാരണം ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഈ തമിഴ്നാട് കോടതിയിൽ സ്വീകരിക്കുന്ന ചില വാദഗതികൾ, അതായത് ഈ 1970-കളിൽ ഈ CWCയുടെ ഒരു റിപ്പോർട്ട്, അത് പ്രകാരം ഈ ഡാമുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തമിഴ്നാട് ഡാം ബലപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പം അവരതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ വായിച്ചത് ഓർമ്മയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്, ഈ ഡാമിന്റെ ഭാരം കൊണ്ടാണ് അത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ഡാമിന്റെ മുകളിൽ വലിയൊരു കോൺക്രീറ്റ് പാളി, പിന്നെ അത് ഗ്രൗണ്ടിനോട് ഉറപ്പിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കമ്പികളൊക്കെ, ഈ സിമെന്റും കോൺക്രീറ്റും ഒക്കെ നിറച്ച ആ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് ഈ ഒരു പുതിയ ഡാം എങ്ങനെയാണോ പണിയുന്നത് ുള്ള രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് തമിഴ്നാട് അവിടെ നടത്തി എന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. ആ വാദഗതിയെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഒപ്പം ഈ കേരളത്തിന് ഈ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ശ്രീ റസൽ ജോയ്. ഇവിടെ താങ്കൾ പറഞ്ഞത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് ഇടുക്കി താങ്ങിക്കോളും. ഇത് ആരാ പറയണ്ടേ? ഇത് ഹൈഡ്രോളജിസ്റ്റുകൾ പറയണം. 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കിടക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ മേലെ വേറൊരു ആഘാതം വരുമ്പോൾ ആ വെള്ളം എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഹൈഡ്രോളജിസ്റ്റുകളാണ് പറയേണ്ടത്, സിവിൽ എഞ്ചിനീയേഴ്സ് അല്ല. ഏതെങ്കിലും ഹൈഡ്രോളജിസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ട്? അത് വെറുതെ ഓരോരുത്തർ ഇരുന്ന് പറയുന്നു. പാലപ്പള്ളി അച്ഛൻ പറഞ്ഞത് പുതിയൊരു ഡാമാണ്. എന്തിനാണ് പുതിയ ഡാം? ഇവിടെ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. 38,863 സ്ക്വയർ കിലോമീറ്റർ ഉള്ള സ്ഥലത്താണെന്ന് ഓർക്കണം. ഒരു വശത്ത് സഹ്യപർവ്വതം, മറുവശത്ത് അറബിക്കടൽ. കേരളം മുഴുവനും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയാണ്. അവിടെയാണ് 84 ഡാംസ് പണിത് വച്ചിരിക്കുന്നത്. ഡാംസ് നമ്മൾ കാണുമ്പോൾ പുറമെ ഒരു സിമന്റ് സ്ട്രക്ചർ, അതല്ല. ഇപ്പോ മുല്ലപ്പെരിയാർ ഡാം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തി ജലത്തിന്റെ മർദ്ദം ഭൂമിയുടെ അടിത്തറകളെ തകർക്കും. പാറകളുടെ ലേയേഴ്സ് തെന്നി മാറും. 84 ഡാംസിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ, വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കോറി വേറെ, അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലിൽ 7+ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാം. ഈ ചാനലിന്റെ സ്റ്റുഡിയോ എവിടെയാ? തൃശ്ശൂരാണ്. ഈ അടുത്ത കാലത്ത് റിക്ടർ സ്കെയിലിൽ 3.1 വരുന്ന ഭൂകമ്പം ഉണ്ടായത്. അത് തുടർ ചലനങ്ങളായിട്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായി. പാലക്കാടുണ്ടായി. തൃശ്ശൂര് ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കം വന്നു. അതേ മുഴക്കം തന്നെ കോട്ടയത്തും ഉണ്ടായി. അപ്പോ നമ്മൾ ഓരോ ഡാമുകളും പ്രകൃതി ദുരന്തമാണ്, ഡിസാസ്റ്ററാണ്. ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസാസ്റ്ററാണ്.
മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ശേഷമാണ് കേരളത്തിലെ ജലനിർഗമന മാർഗങ്ങൾ ഇല്ലാതായതും ആയിരക്കണക്കിന് കൈവഴികൾ ഇല്ലാതായതും 99-ലെ വെള്ളപ്പൊക്കം ഉണ്ടായത്. ജലം വരുന്നത് പോകാൻ സ്ഥലമില്ല. നിർഗമന മാർഗങ്ങളെല്ലാം അടഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം കെട്ടിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് അവർ വിട്ടില്ല. താഴെയുള്ള വനങ്ങളൊക്കെ ഉണങ്ങി പോവുക ചെയ്തു. അപ്പോ ഈ കൈവഴികളെല്ലാം ഡ്രൈ ആയി, അതെല്ലാം ജനങ്ങൾ കയ്യേറി കെട്ടിടങ്ങളും കൃഷിസ്ഥലങ്ങളും ആക്കി മാറ്റിയപ്പോൾ ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞതുകൊണ്ടാണ് 1999-ലെ വെള്ളപ്പൊക്കത്തിൽ ഇത്രയും നാശം ഉണ്ടായത്. അല്ലെങ്കിൽ നാശം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഒരു വെള്ളപ്പൊക്ക ദുരിതമുണ്ടായത്. അപ്പോ ഇത്രയും അതിനുശേഷം ഒന്നല്ല 84 ഡാംസ് ഉണ്ടാക്കി വെച്ചു. 84 ഡാംസ് ഉണ്ടാക്കിയപ്പോ കേരളത്തിന്റെ ഭൂഗർഭം തീർത്തും തകർക്കപ്പെട്ടു. അതുകൊണ്ട് അതിതീവ്ര ഭൂകമ്പ സാധ്യത വന്നു. ഇനി ഡാം പണിയണോ കേരളത്തില്? മുല്ലപ്പെരിയാറിൽ തമിഴ്നാട്ടുകാർക്ക് തന്റെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞതിൽ ഒന്നും കളയാനില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇവിടുത്തെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എന്താണ് പറയുന്നത്? ജീവനും സ്വത്തും സംരക്ഷിച്ചോളാണ്. ഇവർക്ക് ഇനി സംരക്ഷിക്കാൻ കഴിയോ ഇത്രയും ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട്? അതുകൊണ്ട് കേരളത്തിലെ ഡാംസ് ഒന്നൊന്നായി ഡീകമ്മീഷൻ ചെയ്യുക തന്നെ വേണം. ഇപ്പൊ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലാണ് കക്കി ഡാം. ഡയറക്റ്റ് മുകളിലാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉള്ള ഉയരം വെച്ചിട്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലാണ് കക്കി ഡാം. ഈ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാല് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഇന്ന് തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും. ഇന്ന് തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പുതിയ കരാറ് വരും. ഈ 999 ഇയേഴ്സിന്റെ 10 നൂറ്റാണ്ടിന്റെ കരാർ അങ്ങ് പോകും. പുതിയ കരാറ് വരും. പുതിയ കരാറ് വരുമ്പോൾ തമിഴ്നാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്താണ് പറയുന്നത്? 50,000 കോടി രൂപ പ്രതിവർഷം ഇതിൽ നിന്ന് തമിഴ്നാട് എക്സ്ചക്കറിൽ വരുന്നു. അതില് പകുതി ചോദിക്കാൻ വേണ്ട, പകുതി വേണ്ട, 5-1 ഒരു 10,000 കോടി കേരള ഖജനാവിൽ വന്നാൽ ഇവിടെയുള്ള യുവാക്കള് തൊഴിൽ തണ്ടി യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോകേണ്ടി വരുമോ? അവരുടെ അച്ഛനമ്മമാരെ ഈ ക്ഷേമ പെൻഷനുകളൊക്കെ 1,500 രൂപയാണ് കൊടുക്കാൻ സാധിക്കുക. 25,000 30,000 കൊടുത്തുകൂടെ നമുക്ക്? 460. തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. കേരളം ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. ആ ഇലക്ട്രിസിറ്റി നമുക്ക് തന്നാൽ ഈ 13,000 കോടിക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി വാങ്ങേണ്ടി വരുമോ പുറത്തുനിന്ന്? ഞാനൊന്ന് ഇടപെട്ട് ഒരു കാര്യം കൂടെ, അങ്ങ് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അവതരിപ്പിച്ച കാരണം ഒന്ന് പങ്കുവച്ച കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സൊല്യൂഷൻ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് അങ്ങയുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. അതായത് നിലവിൽ ഈ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമെടുക്കുന്ന ടണലിന് താഴെയായിട്ട് ഒരു ടണൽ നിർമ്മിച്ച് അത് തമിഴ്നാട്ടിലേക്ക് അത് വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം പാസ് ചെയ്യുക, അങ്ങനെ ഒരു സൊല്യൂഷൻ ചിലർ വെക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫീസിബിലിറ്റി എത്രത്തോളം ഉണ്ട് ശ്രീ മിസ്റ്റർ ജോയ്? ഈ ഒരു സൊല്യൂഷൻ ആദ്യമായി വന്നത് എന്നാണെന്നറിയോ? താങ്കൾക്കറിയോ എന്നാണ് ഈ ഒരു സൊല്യൂഷൻ ആദ്യമായി വന്നത്? ഇല്ല, പറഞ്ഞോളൂ. ഇത് മുല്ലപ്പെരിയാർ സമിതിയുടെ സമരം കൊടുമ്പിരിക്കൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ വേണമെന്ന് രാഷ്ട്രീയ നേതൃത്വവും തമിഴ് രാഷ്ട്രീയ നേതൃത്വവും വിചാരിച്ച് പ്രധാനമന്ത്രി ചെന്നൈയിൽ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ച ഒരു സമയത്താണ് ഈ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട, അന്ന് പുതിയ കരാർ എന്ന് പറഞ്ഞ സമരം. അപ്പൊ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട, കേരളം പറയുന്നു ടണല് മതി. അപ്പൊ പിന്നെ ചർച്ച ആവശ്യമില്ല. ചർച്ചയ്ക്ക് വന്നവരൊക്കെ എഴുന്നേറ്റ് പോയി. അപ്പൊ ചർച്ചയ്ക്ക് വന്നവരെ എഴുന്നേപ്പിച്ച് വിടാൻ വേണ്ടിയാണോ ഈ ടണൽ സിദ്ധാന്തം പറഞ്ഞത്? ടണൽ 112 അടിക്ക് താഴെ ചെളിയാണ്. 112 നിന്ന് 50 അടിക്ക് താഴെ ടണൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ ചെളിയിൽ വെക്കുക.
വെള്ളം പോകുമോ അതിലെ? ചെളിയല്ലേ പോകത്തുള്ളൂ. അപ്പൊ 112 അടിയിൽ നിന്ന് ഈ 50 അടിക്ക് വരെ ചെളി മാറ്റണം. ഈ ചെളി എവിടെ കൊണ്ടുപോയി ഇടും? തേനിയിലെ കർഷകർ നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെ ബുദ്ധിശൂന്യരല്ല. ഒരു തുള്ളി ചെളി പോലും തേനിയിൽ ഇടാൻ അവർ സമ്മതിക്കത്തില്ല. ഫോറസ്റ്റിൽ ഇടാൻ പറ്റുമോ? ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ കൂടുതൽ നിയമങ്ങളുണ്ട്. ഫോറസ്റ്റിൽ ഇടാൻ പറ്റൂല. പിന്നെ ഈ ചെളി എവിടെ കൊണ്ടുപോയി ഇടും? ഇത് ആലുവയിൽ വന്നപ്പോൾ ഉള്ള സ്ഥിതി ഞാൻ കണ്ടതാണ്. ഇത് ആസിഡാണ്. വർഷാവർഷം പണ്ട് മുല്ലപ്പെരിയാർ നദി അണക്കെട്ടില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ വർഷാവർഷം വരുന്ന എക്കലായിരുന്നു നമ്മുടെ വളം. പാടത്തും തെങ്ങും തോപ്പിലും ഒക്കെ വാരിയിട്ടിരുന്നത് ഈ എക്കലാണ്. അത് വളമാണ്. ഡാമിന്റെ അടിയിൽ കിടക്കുന്ന ഈ വളം ആസിഡായിട്ട് മാറിയിട്ടാണ് ഇപ്പൊ അവിടെ കിടക്കുന്നത്. അത് എവിടെ കൊണ്ടുപോയി ഇടും? ഒരിടത്തും ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതൊന്ന്. രണ്ട്, ഈ റിസർവോയർ ഏരിയ സമതലമാണെന്നാണ് ഈ ടണൽ സിദ്ധാന്തക്കാർ വിചാരിച്ചിരിക്കുന്നത്. റിസർവോയർ ഏരിയ സമതലമല്ല, കുന്നും കുഴിയാണ്. അപ്പൊ ഒരു ടണൽ വെച്ച് ഒരു കുഴിയിൽ വെച്ചാൽ ആ കുഴിയിലെ വെള്ളം അങ്ങോട്ട് പോകത്തുള്ളൂ. മറ്റേ കുഴിയിൽ നിന്ന് വെള്ളം പോകണമെങ്കിൽ വേറൊരു ടണൽ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. അങ്ങനെ എത്ര എണ്ണം വെക്കണം? 10-50 ടണൽ വെക്കേണ്ടി വരും. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വല്ലതും വേണോ? ഇപ്പൊ ചൈനയിൽ നിന്ന് 1000 ഹോഴ്സ് പവർ 2000 ഹോഴ്സ് പവർ മോട്ടർ കിട്ടും. ആ മോട്ടർ മേടിച്ചുകൊണ്ട് വന്ന് അവര് തന്നെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ കറണ്ട് ഉപയോഗിച്ച് അവിടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം അടിച്ചു കൊടുത്താൽ പോരെ? എന്ത് അസംബന്ധമാണ് പറയുന്നത്? അത് ഈ മലയാളികളോട് ഇതൊക്കെ പറയുള്ളൂ. കാരണം മലയാളികളുടെ ബുദ്ധി പോയ എനിക്കതാ സംശയം. ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലേ ഉള്ളൂ എന്നുള്ളതാണ് നിർഭാഗ്യകരം. ഇനി അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിട്ട് ഇപ്പം അവിടെ മഴയാ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മൺസൂൺ കാലത്ത് ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെയും മഴയാണ്. ഈ 5 ജില്ലകളും നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലമാണ്. എന്നിട്ടാണ് ഏതോ ഒരു വരണ്ട പാടം കാണിച്ച് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇതാണ് തമിഴ്നാടെന്ന്. അത് തമിഴ്നാട്ടിലെ പാടമൊന്നുമല്ല. എങ്ങാണ്ട് കിടക്കുന്ന ഒരു വരണ്ട വിണ്ട് കീറിയ പാടം കാണിച്ച് ഇതാണ് തമിഴ്നാടിന്റെ അവസ്ഥയെന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ പറഞ്ഞു വരുത്തിയതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആ വിഷയം പോട്ടെ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളൊരു മോട്ടർ അടിച്ചു കൊടുത്താൽ പോലും അവരവിടെ ഈ കാലങ്ങളിൽ സ്റ്റോർ ചെയ്യത്തില്ല. അവർക്ക് വെള്ളം വേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പൊ ഏപ്രിൽ മാസം വരെ ഇനി എത്ര മാസമുണ്ട്? ഏപ്രിലിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, ആഗസ്റ്റ് ആയിട്ടുള്ളൂ. ഏപ്രിൽ മാസം വരെ അവർക്ക് വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു ഇടമാണ് മുല്ലപ്പെരിയാർ ഡാം. അല്ലാതെ ഇവര് പറഞ്ഞ പോലെ ടണൽ കുഴിച്ച് അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് ഇതൊന്നും തമിഴ്നാട് ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. മനസ്സിലായ? മറ്റൊരു വിരോധാഭാസം. ഒരു സെക്കൻഡ്. ടണൽ സിദ്ധാന്തം എന്തിനു പറഞ്ഞു? അതിൽ നിന്ന് എന്തൊക്കെ നേട്ടം ഈ പറഞ്ഞവർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയാമോ? ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ എന്ത് കിട്ടി എന്നുള്ളത് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വിളമ്പലല്ല, കേരളത്തിൽ വിളമ്പലല്ല എന്റെ ഉദ്ദേശം മനുഷ്യന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെ നന്നാക്കണ ജോലിയൊന്നും എനിക്കില്ല. അപ്പൊ ടണൽ സിദ്ധാന്തം മനസ്സിലായല്ലോ? വ്യക്തമാണ്, ഇപ്പം വ്യക്തമാണ് മനസ്സിലായി. ഓക്കെ, ഫാദർ ജോൺസൺ വാലപ്പള്ളി, നമുക്കറിയാം ഒരു ദുരന്തം ഏത് നിമിഷവും സംഭവിക്കാം എന്ന രീതിയിൽ കേരളത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ചർച്ച നടത്തിക്കൊണ്ട് ആ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാവില്ല. പക്ഷെ അത് പൊതുസമൂഹത്തിലേക്ക് അതിന്റെ ഒരു നമുക്ക് എത്തിക്കാൻ സാധിക്കും. എന്റെ ചോദ്യം ഇതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് റസൽ ജോയി പോലുള്ളവർ, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനതയൊക്കെ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് ഈ പോരാട്ട ഭൂമിയിൽ തന്നെയാണ്. നമുക്ക് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പല ഓപ്ഷൻസ് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയും പല സൊല്യൂഷൻസും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഗവൺമെന്റ് നടപ്പിലാക്കാൻ, ഈ ഗവൺമെന്റിന് ഇത് പ്രേരിപ്പിക്കാൻ, അടിയന്തര പ്രാധാന്യത്തോടെ ഗവൺമെന്റിനെ ഇത് പ്രേരിപ്പിക്കാൻ കേരള ജനത എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ കോടതി കേസൊക്കെ ആയിട്ട് ഒരു വഴിക്ക് നടക്കുന്നു, അത് കേസ് സ്വീകരിക്കുന്നു, 3-4 മാസം കഴിയുമ്പം അത് അടുത്ത ഹിയറിംഗിന് വെക്കുന്നു, അങ്ങനെ നീണ്ട്
പോകുന്നു. ഒപ്പം ഈ പറയുന്ന ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറയുന്നത് നമുക്ക് അത്ര സ്വീകാര്യമായിട്ടുള്ള സമീപനമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാഹചര്യം നമുക്കറിയാം, നമ്മുടെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും നല്ലൊരു ടേംസിൽ പോകുന്ന അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ നമ്മുടെ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെടാൻ കേരള ജനത എന്താണ് ചെയ്യേണ്ടത്? ഫാദർ ജോൺസൺ പാലപ്പള്ളി. അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ ഏതോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, മതപരമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. മതപരമായിട്ട് ചിന്തിക്കുന്നവർക്കും രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നവർക്കും ഡാം ഒന്നും അടുത്ത കാലത്ത് തകരാൻ പോകുന്നില്ല. പക്ഷെ ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്ക് ഈ ഡാമിന്റെ തകർച്ചയെ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ തലച്ചോറ് ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് മറ്റുള്ളവർ നടത്തിയ പഠനങ്ങളുടെ വെളിപ്പെടുത്തലനുസരിച്ച് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ലോകത്തുള്ള ഡാമുകളുടെ തകർച്ചകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഡാം തകരുന്നതിന്റെ തലേ ദിവസം വരെ ഈ ഡാം തകരുമെന്ന് അധികാരികൾ ആരും ഇത് സമ്മതിച്ചു തരികയില്ല. ഈ ഡാം തകരുകയില്ല എന്ന് തന്നെയാണ് അവർ നിരന്തരം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഡാമുകൾ തകർന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, കേരളത്തില് 84 ഡാമുകളും ഇന്ത്യയില് 5334 ഡാമുകളുമാണ്. അതിന്റെ പ്രധാനപ്പെട്ട 447 ഡാമുകളുമാണ്. ഇത്രയും ഡാമുകൾക്ക് ഒന്നും ഇല്ലാത്ത ഒരു മാധ്യമ ശ്രദ്ധയും അതോടൊപ്പം തന്നെ ഒരു അപകട ഭീഷണിയും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 ജനുവരി മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പാരിസ്ഥിതിക വകുപ്പിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ്? പഴക്കമേറിയ ജലസംഭരണികൾ ഉയർന്നു വരുന്ന ആഗോള ഭീഷണി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള 6 ഡാമുകളാണ് ആ പ്രസ്തുത പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതില് ഈ 6 ഡാമുകളിൽ 4 തകർക്കപ്പെടുകയോ ഡീകമ്മീഷൻ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബാക്കിയാകുന്നത് മുല്ലപ്പെരിയാർ ഡാമും അതോടൊപ്പം തന്നെ സിംബാബ്വേയിലെ ഒരു ഡാമുമാണ്. ആ സിംബാബ്വേയിലെ ഡാം പണിത് 1960-ലാണ്. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബർ 17 ന്യൂയോർക്ക് ടൈംസ് നടത്തിയ വലിയ പരാമർശം, വലിയ ചർച്ചയായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് നമുക്കറിയാവുന്ന പോലെ തന്നെ അമേരിക്കയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും സ്വാധീനമുള്ള മാധ്യമങ്ങളിലൊന്നാണ്. ആ സ്വാധീനമുള്ള മാധ്യമം തന്നെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിലെ ഈ ചെറിയ ഡാമിന്റെ പേരെടുത്ത് പറയണമെന്നുണ്ട് എങ്കിൽ അവരെ എന്തുമാത്രം പഠനം നടത്തിയതിന്റെ വെളിച്ചത്തിലായിരിക്കും. ഇതൊക്കെ കേൾക്കുവാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാതുകൾ അടഞ്ഞു പോയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. നമുക്കറിയാം, സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. IIT ഡൽഹി പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. IIT റൂർക്കി, ATM ഡാം സൊസൈറ്റി, കേരള ഗവൺമെന്റിന്റെ വിദഗ്ധ കമ്മിറ്റി എല്ലാവരും പഠിച്ച് പഠനം നടത്തിയതിന്റെ ഒക്കെ വെളിച്ചത്തില് ഈ മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയെ നേരിടുകയാണ് എന്നുള്ള ആ ഒരു പഠനം എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താക്കളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അവരെടുക്കാത്തത് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് 35 ലക്ഷം ജനങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ജോൺസൺ കൊച്ചുപറമ്പിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗവൺമെന്റിന്റെ പരമപ്രധാനമായ കർത്തവ്യം എന്ന് പറയുന്നത് അവിടുത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്ര വലിയ ഒരു അപകട ഭീഷണി നമ്മുടെ മുമ്പിൽ നിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് അധികാരികളും ബന്ധപ്പെട്ടവരും കണ്ണടയ്ക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ ദുരന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൗതുകരമായിട്ട് ഇത് 3ാമത്തെ ദുരന്തമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പറയാറുണ്ട്. ആദ്യത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ 1886 നടത്തിയ ഒരു കരാറാണ്. ആ കരാറിന്റെ വിശദാംശങ്ങളും പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ആ കരാറിന്റെ വിശദാംശം അനുസരിച്ച് 8000 ഏക്കർ വൃഷ്ടിപ്രദേശവും അതുപോലെ തന്നെ 100 ഏക്കർ ഡാമിന് വേണ്ടിയിട്ടുള്ള സ്ഥലവുമാണ് നമ്മൾ വിട്ടുകൊടുത്തത്. ആ വിട്ടുകൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് നമ്മൾക്ക് അന്ന് ലഭിച്ചത് ഏക്കറിന് വെറും 5 രൂപയും അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും അവർക്ക് ഔദാര്യം കൊടുത്തിരിക്കുകയാണ്. ഈ 8000 ഏക്കറിലെ മുഴുവൻ മരങ്ങൾ മുറിച്ചു മാറ്റാം, വനസമ്പത്ത് മുഴുവൻ അവർക്ക് നമ്മൾ എഴുതി കൊടുത്തിരിക്കുകയാണ്. 8000 ഏക്കറിലെ മരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് വലിയൊരു സമ്പത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും 1970 ഈ കരാറ് പുതുക്കുമ്പോൾ ഈ ഏക്കറിന് 5 രൂപ എന്നുള്ളത് വെറും 30 രൂപയിലേക്കാക്കി കൂട്ടി എന്ന് മാത്രമാണ്. വേറൊരു കൗതുകരമായ കാര്യം, അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് നമുക്കൊരു ഔദാര്യം തന്നിരിക്കുകയാണ്. ആ ജലാശയത്തിൽ നിന്ന് കേരളത്തിന് വേണേൽ മീൻ പിടിക്കാം എന്ന് പറയുന്ന വളരെ കൗതുകരമായ ഒരു അവകാശം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷം 50,000 കോടി രൂപ 5 ജില്ലകളിലെ 1 ലക്ഷം ഏക്കർ വരുന്ന ആ പ്രദേശത്ത് നിന്ന് കൃഷി ചെയ്ത് തമിഴ്നാടിന് കിട്ടുമ്പോൾ കേരളത്തിന് കൃഷി വകുപ്പിന്റെ കിട്ടുന്ന മൊത്തം വരുമാനം എന്ന് പറയുന്നത് വെറും 10 ലക്ഷം രൂപയാണ്.
50,000 കോടി രൂപ പ്ലസ് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന തുക അവർക്ക് തമിഴ്നാടിന് കിട്ടുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് വെറും 10 ലക്ഷം രൂപ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും ഈ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ശ്രീ ജോൺസൺ കൊച്ചോറമ്മൻ, പ്രത്യേകിച്ച് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച ഒരു പോയിന്റ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കുത്തൊഴുക്കിനെ തടയാൻ ഇടുക്കി ഡാമിന് സാധിക്കുമെന്ന് ചിലർ അവകാശപ്പെടുന്നു. പക്ഷേ അത്തരം അവകാശവാദങ്ങൾ നടത്തുന്നവർ എന്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാറിനും ഈ പറയുന്ന ഇടുക്കിക്കും ഇടയിലുള്ള 50,000-ത്തിലധികം വരുന്ന ജനങ്ങളുടെ ജീവനെ എന്തുകൊണ്ടാണ് അവർ കാണാതെ പോകുന്നു എന്നൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങ് മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലകളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇത്തരത്തിലൊരു ജലബോംബ് ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്ത് ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഇടുക്കി മുതൽ ഈ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി ഡാം വരെയുള്ള ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ആഘാതമുണ്ട്. അതായത് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഫാർ റീച്ചിങ് ആണ്. അതായത് ആ പ്രദേശത്തെ സ്ഥലത്തിനൊക്കെ വില നഷ്ടപ്പെടുന്നു. അവിടേക്ക് പലപ്പോഴും ഒരു കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒക്കെ വരാൻ ഇടയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒന്നാമത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടുത്തെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി തന്നെ നിൽക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു സാമൂഹിക ഇമ്പാക്ട് അത് എത്രത്തോളം ഉണ്ട്? സാമൂഹിക ഇമ്പാക്ട്, ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു ട്രോമ അത് എത്രത്തോളം ഉണ്ട്? അങ്ങ് അവിടെയൊക്കെ സന്ദർശിച്ചപ്പോൾ അങ്ങേക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രീ ജോൺസൺ? വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇതുവരെ ഒരു ചർച്ചകളിലും ഈ ഒരു വിഷയം ഈ രീതി ചോദിച്ചിട്ടില്ല. ശരിക്കും നമുക്ക് മനസ്സിലാവാത്ത എത്ര ജനങ്ങള് ഉറങ്ങാതെ ഓരോ മഴ പെയ്യുമ്പോഴും ഭയന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് വള്ളക്കടവിലും വണ്ടിപ്പെരിയാറ്റിലും മാമലയിലും കീരിക്കരയിലും ചപ്പാത്തിലും ഉപ്പുതറയിലുമൊക്കെ കഴിയുന്നുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നുണ്ട്. വള്ളക്കടവിൽ എന്ന് പറയുന്ന, അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഏറ്റവും താഴെയുള്ള ജനവാസ മേഖലയാണ് വള്ളക്കടവ്. അവിടുന്ന് അങ്ങോട്ട് ഗവിയുടെ ഫോറസ്റ്റ് ഏരിയ. ആ വള്ളക്കടവില് അവിടെ ഒരു നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെന്നിരിക്കട്ടെ. അത്യാവശ്യം സാമ്പത്തികമുണ്ട്, കൃഷിയുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, എന്തായാലും നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്തു നിന്നൊരു പെൺകുട്ടിയെ അങ്ങോട്ട് ഇപ്പോൾ വിവാഹം കഴിപ്പിച്ച് അയക്കൂ? ചിന്തിച്ചു നോക്കിയേ. എന്തുകൊണ്ടാണ്? ആ ചെറുക്കനൊരു അയോഗ്യതയില്ല, ആ കുടുംബത്തിന് ഒരു കുഴപ്പമില്ല. അവിടെ നിന്നൊരു പെൺകുട്ടിയെ വേണേൽ കല്യാണം കഴിച്ചിട്ട് എടുക്കും, നമ്മൾ കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് അയക്കാൻ തയ്യാർ. എന്തുകൊണ്ടാ? തലയ്ക്ക് മുകളിൽ ബോംബ്. ഇത് അത് വള്ളക്കടവിൽ മാത്രമല്ല, താഴോട്ട് വന്നാൽ പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നഗരം പോലെയാണ്. തമിഴ്നാട് കൾച്ചറാണ്, കൂടുതൽ തമിഴ് പീപ്പിൾ ഉള്ള എസ്റ്റേറ്റ് മേഖലയാണ്. അവിടെ ജനങ്ങൾ അധിവസിക്കുന്നത് മുഴുവൻ ഈ പെരിയാർ എന്ന് പറയുന്ന നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് നഗരവും ജനവാസവും എല്ലാം. അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താ? സ്വത്ത് നഷ്ടപ്പെടുന്നത് പോകട്ടെ, അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിവാഹമടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ. രണ്ട്, നമ്മൾ പലപ്പോഴും ഇപ്പോ ഇടത്തരം കൃഷിക്കാരെയൊക്കെ സംബന്ധിച്ച് ഒരു കല്യാണ ആവശ്യത്തിനോ ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ആശുപത്രി ആവശ്യത്തിനോ ഒക്കെ അവർ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ബാങ്ക് വായ്പ എടുക്കണം, അല്ലെങ്കിൽ 10 സെന്റ് ഭൂമി വിൽക്കണം. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നില്ല. ബാങ്കുകാര് എല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഈ സ്ഥലങ്ങളിലെ ഭൂമിക്ക് വായ്പ കൊടുക്കാൻ നേരത്ത് അവരെന്ത് വാല്യുവേഷൻ ഇടും? സാധാരണ പ്രദേശത്ത് കിട്ടുന്ന വാല്യുവേഷൻ ഇടുന്നില്ല. അപ്പോൾ വായ്പകൾ ആവശ്യത്തിന് കിട്ടുന്നില്ല. 10 സെന്റ് ഭൂമി കൊടുക്കാമെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ അടിവാരത്തുള്ള ജനങ്ങൾ പോകുന്നത്. അതിൽ ഉപ്പുതറ എന്ന് പറയുന്ന പ്രദേശം, ഹൈറേഞ്ചിലെ ആദ്യത്തെ കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. കോട്ടയം ജില്ലയിൽ നിന്ന്
അരുവിത്തറയിൽ നിന്ന്, പാലായിൽ നിന്ന്, മീനച്ചി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും ആദ്യം ജനങ്ങൾ വന്ന് കുടിയേറിയ പ്രദേശമാണ് ഉപ്പുതറ. ആ ഉപ്പുതറയില് ഇന്ന് എത്രയോ വളർന്നു പോയിരിക്കുന്നു ഉപ്പുതറ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ആശുപത്രികള്, ആതുരാലയങ്ങള് എല്ലാമുള്ള ആ പ്രദേശം പൂർണ്ണമായും നശിക്കുമെന്നുള്ളപ്പോ അവിടെ ഇന്ന് എന്തെങ്കിലും ഒരു തൊഴിലുമായി മുന്നോട്ട് ആരെങ്കിലും പോകും? അപ്പൊ അവിടെയുള്ള ജനത്തിന്റെയൊക്കെ ഉറക്കം കെടുന്നത് എന്തുകൊണ്ട് ഭരണാധികാരികൾ കാണുന്നില്ല? 2, നമ്മൾ വളരെ പ്രസക്തമായിട്ട് ചിന്തിക്കണം. ഈ ഡാം പൊട്ടുന്നത് ഈ മധ്യവേനൽ അവധിക്കാലത്തല്ലല്ലോ. ഡാം പൊട്ടുന്നത് എപ്പോഴാണ്? പൊട്ടാൻ സാധ്യത എപ്പോഴാണ്? മഴക്കാലത്താണ്. മഴക്കാലത്ത് മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ മഴ, ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്തും മഴയുണ്ടാവുമല്ലോ. അപ്പൊ ഇടുക്കിയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ചൂരൽമലയിലെ നമ്മുടെ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഉരുള് പൊട്ടിയ പ്രദേശം എത്ര ചെറുതാണ്. ചെറിയൊരു ഉരുളല്ലേ നമ്മൾ കാണുന്നു. അത് ഒഴുകി വന്നപ്പോഴോ കല്ലും മണ്ണും തടിയും കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ താങ്ങാനാവാത്ത വിധം പ്രളയമുണ്ട്. മുല്ലപ്പെരിയാർ ഈ ഇടുക്കിയിലേക്ക് വരുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞ പോലെ അവിടുന്ന് തെളിനീര് മാത്രമാണ്. മരങ്ങൾ വരും, ഗതി മാറി കുന്നുകൾ ഇടിഞ്ഞ് മണ്ണുകൾ വരും, ഈ നശിക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ വരും. ഇതെല്ലാം കൂടി വരുന്ന ഇടുക്കി താങ്ങും എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഇടുക്കി ആർച്ച് ഡാം മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ ചെറുതോണി ഡാം കാണുന്നില്ല, കുളമാവ് ഡാം കാണുന്നില്ല. ഇത് 3ഉം കണ്ടവരോ? കുളമാവ് ഡാമിന് സമീപത്തുള്ള സാഡിൽ ഡാം എന്നറിയപ്പെടുന്ന മണ്ണ് കൊണ്ട് മാത്രമുള്ള ഒരു ഡാം. ഞാൻ അവിടെ പോയി ഒരു വാർത്ത വരെ ചെയ്തിട്ടുള്ള ആളാണ്. കുളമാവ് ഡാമിൽ നിന്നും ഒരു 50 മീറ്റർ മാറിയാൽ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഒരു റോഡിന്റെ വീതിയിൽ മാത്രം മൺതിട്ടയുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഇപ്പോൾ അത് ഈ ജലം താങ്ങി നിർത്തുന്നത് ഇതിന്റെ മറു സൈഡിലേക്കാണ്, മൂലമറ്റത്തേക്കുള്ള ടണൽ എന്നതുകൊണ്ട്, മർദ്ദമില്ലാത്തത് കൊണ്ട് മാത്രം. ഈ മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ ആ മർദ്ദം ഇവിടെ താങ്ങുമോ? ബാക്കി 3 ഡാമുകളും അവിടെ നിൽക്കട്ടെ, ഈ ഒരൊറ്റ മൺതിട്ട ഇടിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തൊടുപുഴയടക്കം എങ്ങനെയായി മാറും? ഇതിന് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഗൗരവമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയം നമ്മൾക്ക് വികാരപരമായിട്ട് കാണേണ്ടത്. ഞാൻ അനുഭവസ്ഥനാണ്. തമിഴ് ജനതയ്ക്ക് ഇതൊരു വികാരപരമായ ഒരു കാര്യമാണ്. അവരുടെ ഇടപെടൽ അങ്ങനെ. അവര് വൈകാരികമായി ഇടപെടുന്നത് കൊണ്ട് മുല്ലപ്പെരിയാർ സമര കാലഘട്ടത്തിൽ അറിയാമല്ലോ, കുമിളിയിലേക്ക് കമ്പത്ത് നിന്നും ആയിരക്കണക്കിന് തമിഴ് ജനത വന്നു. വടിവാളും കത്തിയും ഒക്കെ ആയിട്ട് വന്നപ്പോ നമ്മുടെ പോലീസ് സേന പോലും ഭയന്നുപോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ES ബിജിമോള MLA കളക്ടർ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോ അന്ന് MLA കളക്ടറുടെ വാഹനം തടഞ്ഞ് അവിടെ നിർത്തി, അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും ഭയന്നുപോയി. കാരണം അവര് വൈകാരികമായി ഇടപെടുന്നവരാ. വെട്ടും കുത്തും കൊലയൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവരുടെ ജീവശ്വാസമായി അവർ മുല്ലപ്പെരിയാറിനെ കാണുന്നു. ഞാന് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ പെട്ടിപ്പുറം കണികാ പരീക്ഷണശാലയെ കുറിച്ച് പഠിക്കാൻ. ആ സമയത്ത് ഞാൻ അവിടുത്തെ ഈ 5 ജില്ലകളിലെ വ്യവസായം എന്ന് പറഞ്ഞാൽ കൃഷിയുടെ 5 ജില്ലകളുടെ ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമായി സംസാരിച്ചു. അവരാ മുല്ലപ്പെരിയാർ ജലം കൊണ്ട് കൃഷി ചെയ്യുന്ന 5 ജില്ലകളിൽ എത്ര ഗൗരവമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത്. അവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിനെതിരെ ഒരു വികാരം അവരിലങ്ങ് ഉടലെടുക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. ഇവിടുത്തെ ജനതയെ ബോധവൽക്കരിക്കേണ്ടവർ, ഇവിടുത്തെ ജനതയുടെ ആശങ്ക പരിഗണിക്കേണ്ടവർ ഇത് പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കുക. അതിൽ ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ കക്ഷികളുണ്ട്, ഭരണാധികാരികളുണ്ട്. ഇത് ആശങ്കയില്ല എന്ന് നമുക്ക് വരുത്തി തീർക്കുക. നാളെ ദുരന്തമുണ്ടായിട്ട് വിലപിക്കേണ്ടവരല്ല, ദുരന്തത്തെ തടയേണ്ടവരാണെന്നുള്ള ബോധം ഭരണകൂടങ്ങൾക്കുണ്ടാവണം. വ്യക്തമാണ്. അല്ലെങ്കിൽ ഇതിന് താഴെ ഉറങ്ങാത്ത ജനത ഇങ്ങനെ ഉറക്കം വെച്ച് ഇരിക്കുന്ന രാവുകൾ ഇനിയും ഉണ്ടാവും.
യെസ്, വ്യക്തമാണ്. ഞാൻ സമയപരിമിതി ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യത്തിന് കൂടി ഞാൻ അഡ്വക്കേറ്റ് റസൽ ജോയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് ഉന്നയിക്കുന്ന ഈ ഒരു വാദഗതി, അതായത് ഈ ഡാം മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആണ് അവിടെ നടത്തിയത്, അല്ലെങ്കിൽ ഡാമിനെ നല്ല രീതിയിൽ ബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഒരു പുതിയ ഡാമിന് സമാനമായിട്ടുള്ള ഒരു ബലപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. അവരുടെ ഒരു വാദഗതി, ആ വാദഗതിയെ പറ്റി അങ്ങയുടെ ഒരു നിരീക്ഷണം ഒന്ന് പങ്കുവെക്കാം. അതിൽ എത്രത്തോളം ഒരു വാസ്തവമുണ്ട്? വളരെ പെട്ടെന്ന്, സമയം കഴിഞ്ഞു എങ്കിൽ പോലും അത് പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അങ്ങിലേക്ക് ഏറ്റവും ഒടുവിൽ വരുന്നത്. പറഞ്ഞോളൂ. ജോൺസൺ കൊച്ചുപറമ്പൻ ഈ തകർന്നു വരുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ തൊടുപുഴ വരെ എത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് എറണാകുളത്തേക്ക് വന്നാലുള്ള സ്ഥിതിയും കൂടി ഒന്ന് പറഞ്ഞിട്ടാവാം ഇതിന് ഉത്തരവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എറണാകുളത്ത് എത്ര കെമിക്കൽ ഫാക്ടറികൾ ഉണ്ടെന്നറിയോ? ഈഥൈൻ, മീഥൈൻ, ബെൻസീൻ, അങ്ങനെ വിഷമുള്ള, മീഥൈൻ അത്ര വിഷമല്ല കേട്ടോ, മീഥൈൻ വിട്ടുകള, ഈഥൈൻ, ബെൻസീൻ, അങ്ങനെ വിഷമുള്ള വാതകങ്ങൾ വാതക രൂപത്തിലും ദ്രവരൂപത്തിലും സംഭരിച്ചു വെച്ചിരിക്കുന്ന എത്രയോ ഫാക്ടറികളുണ്ട്. ഇത് തകർന്ന് വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ കാറ്റടിക്കുന്നവിടത്തൊക്കെ ജനങ്ങൾ വീഴും. കേരളം ഉണ്ടാവുമോ? തമിഴ്നാടിന്റെ ബോർഡർ കേരളവും തമിഴ്നാടുമായിട്ട് ബോർഡർ ഏരിയയിൽ ജനങ്ങൾ ഉണ്ടാവുമോ? കർണാടകയുടെ ബോർഡറിൽ ജനങ്ങൾ ഉണ്ടാവുമോ? കാറ്റടിക്കുന്ന അടുത്തെല്ലാം ജനങ്ങൾ വീഴും. ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ട്രാജഡി ആയിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകും. കൊച്ചിൻ ഓയിൽ റിഫൈനറി ഉണ്ട് എറണാകുളത്ത്, BPCL. ആ റിഫൈനറിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കടലിലേക്ക് വ്യാപിച്ചാലുള്ള സ്ഥിതി ഒന്ന് ആലോചിക്ക്. ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ട് എയർപോർട്ടിൽ, സംഭരിച്ചു വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിലുണ്ട്. LPG ടെർമിനലുണ്ട്, സദേൺ നേവൽ കമാൻഡ് ഉണ്ട്, നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ട്. ഇവിടെയൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വാതകങ്ങളും പെട്രോൾ പോലെയുള്ള കത്തുന്ന ഇൻഫ്ലാമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസും എല്ലാം പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതി ആലോചിക്കുക. ഈ സൗത്ത് ഇന്ത്യയുടെ സമ്പൂർണമായ നാശമല്ല ഉണ്ടാവുന്നത്. സദേൺ നേവൽ കമാൻഡ് ചെളി മൂടി കിടക്കുമ്പോൾ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഏതെങ്കിലും ഒരു വാർ പ്ലെയിൻ അവിടെ നിന്ന് പൊങ്ങോ? ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലേ? NADയിൽ നിന്ന് എന്തെങ്കിലും ആയുധങ്ങൾ എടുക്കാൻ പറ്റുമോ? ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് അത്ര ലഘൂകരിച്ച് കേരളവും തമിഴ്നാടും കൊണ്ടു നടക്കാവുന്ന ഒരു വിഷയമൊന്നുമല്ല. പിന്നെ കമ്പത്ത് നിന്ന് വന്ന് കുമളിയില് ആക്രമിച്ചു എന്ന് പറയണ്. ആക്രമിക്കും. നട്ടലുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാ. അതിർത്തി കടന്ന് ഒരുത്തം പോലും അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് കടക്കില്ല. ഇന്ത്യയിലുള്ളത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഒരാളുടെ പ്രോപ്പർട്ടിയിൽ തമിഴ്നാട്ടില് കേരള മുഖ്യമന്ത്രി ഇതേ വർത്തമാനം തന്നെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നീ നിർത്തിക്കോ, ഇതും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മലയാളികൾ ആക്രമിക്കപ്പെടും. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾക്കറിയാവോ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടതായിട്ട് താങ്കൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ, അതായത് കേരളത്തിൽ നിന്ന് ഒരു ഗതിയില്ലാണ്ട് ഉള്ളതെല്ലാം വിറ്റുപറക്കി തമിഴ്നാട്ടിൽ പോയി കുറച്ച് സ്ഥലം മേടിച്ച് 300 തെങ്ങ് വെച്ചത്രേ. ഒരു ചായക്കടയും ഇട്ടു. 300 തെങ്ങുകൾ കായ്ക്കുന്ന പരുവമായപ്പോഴാണ് ഇവിടുത്തെ മുല്ലപ്പെരിയാർ വിഷയം. ആ 300 തെങ്ങുകളും കുറെ ആളുകൾ വന്ന് മുറിച്ചിട്ട് ചായക്കടയും തല്ലിപ്പൊളിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരായിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി? അത് ഞാനാണ്. ഒരു ലജ്ജയില്ലാണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് പറയാണ്, ഈ 300 തെങ്ങ്, ചൊട്ടയിട്ട തെങ്ങ് 300 എണ്ണം പോയപ്പോ അതിന് ഒരു 50 വർഷത്തെ കാലാവധി, തെങ്ങുകൾ 100-120 വർഷം നിൽക്കും. ഒരു 50 വർഷത്തെ കാലാവധി കണക്കാക്കി അതിന്റെ ആദായം കണക്കാക്കി എന്തുകൊണ്ട് താങ്കൾ ഈ മലയാളിയായി തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് വാങ്ങിച്ചു കൊടുത്തില്ല തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ല. ഇവിടെ ഇന്ത്യയില് മനുഷ്യന് ജീവിക്കണ്ടേ? ഇവര് വന്നിട്ട് ചായക്കട തല്ലി പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ആ ചായക്കട തല്ലി പൊളിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല? കേരള ഭരണം നടക്കുന്നത് സെന്റ് ജോർജ് ഫോർട്ടിൽ നിന്നുള്ള കമാൻഡ് അനുസരിച്ചായതുകൊണ്ടാണ്. നട്ടല്ലില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തില് ഭരിക്കുന്നത്. ഇവിടെ റൂൾ ഓഫ് ലോ നടപ്പാക്കാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിലാക്കാൻ ഇവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും സുസജ്ജമായ ആർമിയുണ്ട്. അങ്ങനെ ഓടിയെത്തി കമ്പത്ത് നിന്ന് കുമളിയിൽ വന്ന് തല്ലുകൊള്ളാനുള്ളവരാണോ മലയാളികള്? നമ്മൾ തിരിച്ചു തല്ലുവോ, തിരിച്ച് ബോംബെറിയൊന്നും ചെയ്യണ്ട.
ഇവിടെ ആർമി ഇറങ്ങും അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ. അത് ഈ നാടിന്റെ അവകാശമാണ്. ഇത് പറയേണ്ടത്, ചെയ്യിപ്പിക്കേണ്ടത് കേരളത്തിലുള്ള ഒരു ഭരണകൂടമാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാധനം കേരളത്തിലില്ല. അതെന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. പണമാണോ, ഇവർക്ക് കിട്ടിയ പാരിതോഷികങ്ങളാണോ, ഇവർക്ക് കിട്ടിയ എസ്റ്റേറ്റ് ആണോ, ഫാം ഹൗസ് ആണോ? യൂറോപ്പിലും അമേരിക്കയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും ഇല്ലാഞ്ഞിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കിട്ടിയ പാരിതോഷികങ്ങളാണോ ഇവരുടെ നട്ടലില്ലായ്മയ്ക്ക് കാരണമെന്ന് ഇനിയും കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ കാര്യം പോക്കാണ്. രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ചോദ്യം ചോദിച്ചോളൂ. ഇപ്പൊ ചോദ്യത്തിലേക്ക് ഇനി വരാം. ഓക്കെ. ഈ തമിഴ്നാടിന്റെ ഒരു വാദഗതി അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് സമയം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു വാദഗതിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു അടിസ്ഥാനം എത്രത്തോളം ഉണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് ചർച്ച അവസാനിക്കാം. വളരെ പെട്ടെന്ന്. തമിഴ്നാടിന്റെ വാദഗതി എന്ന് വെച്ചാല് ഈ ഡാം ബലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്, അതായത് ഡാം അത് പറയാം. അതായത് നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ഒരു ഡാം നിർമ്മിച്ച് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിങ് നടക്കൂല. ഒരു ഫ്ലോലെസ് റിപ്പയറിങ് പിന്നെ നടത്താൻ പറ്റൂല. ലോകത്തൊരിടത്തും ഡാമുകൾ ഇപ്പൊ റിപ്പയർ ചെയ്യാറില്ല. ഒരു 40 years, അതായത് കോൺക്രീറ്റിന്റെ ലൈഫ് ഒരു 40 years കഴിഞ്ഞാൽ എല്ലാ ഡാമും ഡീകമ്മീഷൻ ചെയ്യുകയാണ്. അത് നല്ലതാണോ ചീത്തയാണോ, അത് റിപ്പയർ ചെയ്ത് എടുക്കാമോ എന്നൊന്നും ചിന്തിക്കുന്ന ലോകമല്ല. നമ്മൾ കഴിഞ്ഞ റിപ്പയറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. ആ സമയത്താണ് നമ്മൾ വിഡ്ഢികൾ ഇതും വെച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ചെയ്ത റിപ്പയറിംഗ് എന്താന്ന് നോക്കാം. വലിയ തമാശയാണ്. ഈ ഡാമിന്റെ മുകളിൽ നിന്ന് താഴെ വരെ തുരന്ന് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് കേബിൾ ആങ്കറിങ്. ഇത് നടക്കൂ? ഈ 130 വർഷമായിട്ട് സുർക്കി ഒലിച്ചു പോയി പൊത്തുകൾ രൂപപ്പെട്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സ് തന്നെ പറയുന്നത് ഒരു ലോറി കയറ്റി നിർത്താമെന്ന്. അപ്പോ മുകളിൽ നിന്ന് ബേസ് വരെ തുറന്ന അന്നേരം തന്നെ ഡാം താഴെ കിടക്കും. അപ്പൊ കേബിൾ ആങ്കറിങ് എന്ന് പറയുന്നത് വെറും ഒരു ഗിമ്മിക്കാണ്. അതിൽ യാതൊരു സത്യവും ഇല്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കമ്പി ഇറക്കി കുറച്ചൊക്കെ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, അത്രേ നടക്കുള്ളൂ. അതിൽ കൂടുതൽ അവിടെ ഇമ്പോസിബിൾ ആണ്. പിന്നെ എന്ത് തെളിവുണ്ട്? ഇപ്പൊ സ്കാൻ ചെയ്തെടുക്കാം. നമ്മുടെ കേരള ഗവൺമെന്റിനെ ഇതൊന്ന് സ്കാൻ ചെയ്താനായിട്ട് സമ്മതിക്കുമോ? ഒന്ന് സ്കാൻ ചെയ്യട്ടെ, അപ്പൊ അറിയാം. റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഡാമിന്റെ അടിയിലുള്ള ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. IIT റൂർക്കി, IIT ഡൽഹി, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി, ഇങ്ങനെ എത്ര ഏജൻസികൾ, കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതി, ഇവരുടെ എല്ലാം റിപ്പോർട്ടുണ്ട്. എന്തിനാണ് ലതിക മാഡം ഈ ഒരു ആലോചനാ യോഗത്തിൽ നിന്ന് KSEB ചെയർമാൻ ഇറങ്ങിപ്പോയത്? എന്തിനാണ് ശ്രീധരൻ ഈ ഒരു എഞ്ചിനീയർ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്? ഇതൊന്നും സുപ്രീം കോടതിയിൽ ഇവർ എത്തിച്ചിട്ടില്ല. അപ്പൊ ഈ ഭരണകൂടം, ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം ആർക്ക് വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഓക്കെ, വ്യക്തമാണ്. ഞാൻ സമയ പരിമിതി മൂലം ഇടപെടുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ, അത് അടുത്ത മിനിറ്റിലാണെങ്കിൽ അടുത്ത മിനിറ്റിൽ നടപടി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ. ആ ജനങ്ങളുടെ ആശങ്ക തിരിച്ചറിഞ്ഞ് ഭരണകൂടങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ കേരള സർക്കാർ നടപടി സ്വീകരിക്കേണ്ട വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ. അതുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ്. ഓക്കെ. ഒരു പെറ്റീഷൻ ഉണ്ട് പ്രൈം മിനിസ്റ്റർക്ക് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതൊരു ഓൺലൈൻ പെറ്റീഷനാണ്, ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോ ഇപ്പോ നമ്മുടെ മൊബൈലിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയി ചേഞ്ച് നടിച്ചാൽ പോലും ആ പെറ്റീഷൻ വരും. അത് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്നാണ്. അപ്പൊ അതിന്റെ QR കോഡും അതിന്റെ ലിങ്കും എടുത്തിട്ട് ജനങ്ങളോട് അതിൽ ഒന്ന് സൈൻ ചെയ്ത് ഒന്ന് ഈ ഒരു, കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലുണ്ട്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണ്. ഒരു 1/2 കോടി ജനങ്ങളെങ്കിലും അതിൽ ഒപ്പിട്ടാല് ലോക രാഷ്ട്രങ്ങളും ലോക മാധ്യമങ്ങളും ശ്രദ്ധിക്കും. അപ്പോൾ ഈ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഒരു QR കോഡും ലിങ്കും കൊടുത്തൊന്ന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമാകാൻ വളരെ സന്തോഷം തന്നെയുള്ളൂ. തീർച്ചയായിട്ടും ജനങ്ങൾ ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമാവുക. ഈ കേരളത്തിന്റെ ഒരു ആശങ്ക തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. ഒപ്പം തന്നെ കേരള ഭരണകൂടം നട്ടലോടുകൂടി തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടണം എന്ന പ്രസക്തമായിട്ടുള്ളൊരു ആശയം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഷെക്കീന ബിഗ് ഡിബേറ്റ് അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, ഒപ്പം തന്നെ ഫാദർ ജോൺസൺ പാലപ്പള്ളി, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.